ഹായ് ഹലോ നമസ്കാരം. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ സോസേജ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിലർക്കൊക്കെ ഇഷ്ടമില്ല, ചിലർക്ക് ഇഷ്ടമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. ഞാനൊന്ന് കഴുകി ഇട്ടോ ജസ്റ്റ്. എന്നിട്ട് ഇങ്ങനെ ക്യൂബ്സ് ആക്കി ഒരു സബോള, ക്യാപ്സിക്കം ഒരെണ്ണം ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ല വേണ്ട. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചില്ലി ചിക്കൻ മോഡൽ ആ ഒരു സബോളയൊക്കെ അരിയേണ്ട കേട്ടോ. അതിന് ശേഷം എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറിയപ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് സബോള എടുക്കാം. ഈ സബോള ഇങ്ങനെ കടിക്കാൻ നമുക്ക് കിട്ടണം, അതാ ഇങ്ങനെ അരിഞ്ഞാൽ മതി എന്ന് പറഞ്ഞേ. ക്യാപ്സിക്കം ഇട്ടു. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് പച്ചമണം മാറി വന്നാൽ മതിയേ. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് ഇതിൽ നിന്ന് കടിച്ച് തിന്നാൻ നല്ലതാണ്. അതുകൊണ്ട് അത് കട്ട് ചെയ്യാതെ ഇങ്ങനെ തന്നെ അങ്ങ് കീറിയിട്ടിട്ടേക്കുന്നത്. അതിനുശേഷം മസാലയായിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും സാദാ മുളകും ഇട്ടു, ഇത്രയും മഞ്ഞൾപ്പൊടി. എന്നിട്ട് അതും പച്ചമണം മാറിയപ്പോഴത്തേക്കും ഇതും ഇട്ട് നല്ല ചൂട് വെള്ളം ഒഴിച്ചു. പിന്നെ ഞാൻ ഇതിലിടുന്ന ഒറിഗാനോ കേട്ടോ. ഒറിഗാനോ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, നല്ലൊരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അപ്പോൾ അതും ഒഴിച്ച് അടച്ച് വെച്ച് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുക്കിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരല്പം ഒഴിച്ചു. അപ്പോഴത്തേക്കും നന്നായിട്ട് കറി നല്ല കുറുകി നല്ല ടേസ്റ്റോടുകൂടി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ലേ. കുക്കിംഗ് ക്രീം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒഴിക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അതും സോസേജ് കറിയാണ് കഴിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്തോ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.